സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ബോട്ടിൽ ആർട്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യും. ഇത് ഗ്ലാസ് ബോട്ടിൽസ് അല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. 3 ബോട്ടിൽസും ഒരുമിച്ച് കിട്ടിയോണ്ട് 3 എണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങളുടെ വീട്ടിൽ പത്രത്തിൻ്റെ ഒക്കെ കൂടെ വരുന്ന ഓരോ പരസ്യങ്ങളാണ്. ഇത് ബർഗറിൻ്റെ ഓരോരോ പിക്ചേഴ്സ് ആണല്ലോ. നിങ്ങൾ ബർഗർ കഴിക്കാറുണ്ടോ? ഇനി നമ്മളിത് പിച്ചി എടുക്കുകയാണ്. അതായത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഉണ്ടായാൽ മതി. ഒരു പ്രത്യേകം ഷേപ്പൊന്നും വേണ്ട. നമുക്കിത് പിച്ചി എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് പീസസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഈറ്റ പേപ്പർ ഇല്ലെങ്കിൽ പഴയ മാസികകളിലൊക്കെ നല്ല ഗ്ലേസിങ് ഉള്ള പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് കട്ട് ചെയ്ത് എടുത്താലും മതി. ഈ ബോട്ടിൽ ഉണ്ടാക്കാൻ ഇതേപോലത്തെ കുറച്ച് പേപ്പേഴ്സും പിന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിലും പിന്നെ ഒരു ഗ്ലൂ ഉണ്ടാവും. പിന്നെ ഒരു ഗ്ലൂവും പിന്നെ കുറച്ച് കളി ഉണ്ടായ കാര്യം നടന്നു. ഞാൻ ഉമ്മയായിട്ട് അടി ഉണ്ടാക്കുകയാണ്. അടി ഉണ്ടാക്കുകയാണ്. നല്ല രസമാണ്. ഇനി നമുക്ക് ഈ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത്, അതായത് നിങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്താ പറയുക കീറിയെടുക്കാൻ ശ്രമിക്കുക. എന്താ പറയുക പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എന്താ പറയുക നിങ്ങൾ ഒരേ കളേഴ്സ് ഒരേ ഭാഗത്ത് വരാണ്ടിരിക്കാൻ നോക്കുക. ഒരു കളർ റെഡ് വന്നിട്ട് പിന്നെ യെല്ലോ ആക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. കല പോലെ ഇരിക്കും. നിങ്ങൾ അതിനായി നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്കോളും ഇത് വാട്ടറാണ് കേട്ടോ. ഞാൻ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാട്ടർ കൂടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാക്കാം. വാട്ടറും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പേസ്റ്റ് ചെയ്യുന്നത്, ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതായത് ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഞാനിത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പണ്ട് പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിരുന്ന പേപ്പേഴ്സാണിത്. കുറച്ച് ബാക്കിയുണ്ട്, കുറേ ഉണ്ട് ഇനിയും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ബാങ്കിൽ വെച്ചിട്ട് ഇതാക്കാണ് ചെയ്യുന്നത്. ഞാൻ ഈ ബാങ്കിൾ കൊണ്ട് ഒരു സർക്കിൾ വരച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഈ ബോട്ടിൽ ഒട്ടിക്കുകയാണ്. അതാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. പല കളർ പേപ്പേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്കത് വെച്ചെടുത്താലോ? ഇപ്പം ഇതാ ഞാൻ പല കളറുകളിലുള്ള സർക്കിൾസ് എന്താ പറയുക ഇതാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓരോരോ കളേഴ്സ് അടുത്തടുത്ത് വരാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല, കുറച്ച് ഫെവിക്കോള് ഇതാക്കിയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോഴാണ് ഞാൻ 2 ബോട്ടിലും ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ബോട്ടിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ എന്താ പറയുക, ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നല്ല ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. ഇതിന് ചിലവ് വളരെ കുറവാണ്. പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് പേപ്പർ. നമ്മൾ സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു സർപ്രൈസ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ബോട്ടിലാട്ട് ചെയ്തിരുന്നു. അപ്പം ചാലിയം ബീച്ചിൽ നിന്ന് ഞാൻ അറബിക്കടലിലേക്ക് ആ ബോട്ടിൽ വലിച്ചെറിഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ആ ബോട്ടിൽ ആർക്കും കിട്ടില്ല, കടലമ്മ അത് കൊണ്ടുപോയി എന്നാണ്. അപ്പം ആ ബോട്ടിലെറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം റാസിഖ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു അങ്കിള് എന്നെ ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ട് അത് എൻ്റെ ഫോൺ നമ്പറിലേക്ക് അങ്കിള് വിളിച്ചു. ഞാൻ അറബിക്കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തേക്കാണ് വലിച്ചെറിഞ്ഞത്. എന്നിട്ടും ഒരു സർപ്രൈസ്ലി അങ്കിളിന് ആ ബോട്ടിൽ കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും അങ്കിളിനൊരു ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പം എനിക്ക് എക്സാമിനേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്കിളിന് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ പോവും. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. കുറച്ച് പേര് എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫൺ വിത്ത് ദേവു, ചപ്പൂസ്, പിന്നെ മഹേഷ് വളര, അമ്മൂസ് ക്രാഫ്റ്റ് ആൻഡ് ബേർഡ്, ഇവർക്ക് എല്ലാവർക്കും ഹായ്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.